ഹലോ. പ്രീവിയസ് ആയിട്ട് നമ്മൾ നോക്കി സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രോബ്ലം നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാൻഡീസ് എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. കാൻഡീസിൽ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ, യു ആർ ഹാവിങ് എ ഗെറ്റ് ടുഗദർ അറ്റ് യുവർ ഹൗസ് and your mother asks you to distribute candies equally among all your cousins. അപ്പം നമുക്കൊരു ക്യാൻഡി ഉണ്ട്. ഈ ക്യാൻഡി എൻ്റെ കസിൻസിന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആര് പറഞ്ഞു? മോം പറഞ്ഞു. Candy, this is the candy, കസിൻസിന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. You want to determine if the number of candies given by your mother can be equally distributed or not. So output must be yes or no. അതായത് അമ്മ തന്ന ഈ ക്യാൻഡി ഇവൻ n number of cousins 5 ഉണ്ട്. അമ്മ 7 ക്യാൻഡിയെ തന്നത്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് എ ഫോൾസ്. ദാറ്റ് ഈസ് എ 0. അമ്മ 10 അല്ലെങ്കിൽ 70 ക്യാൻഡി തന്നു. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? യെസ്. 35 ഐ തിങ്ക് 35 വെച്ചിട്ട് പറ്റില്ല. സോറി, 35 അല്ല, ഡിവൈഡ് ചെയ്ത പറ്റുമെന്നറിയില്ല. സോ അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം, ഡിവിസിബിൾ ആണോ എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് ഇൻപുട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എ സിംഗിൾ ലൈൻ വിത്ത് 2 സ്പേസ് സെപ്പറേറ്റഡ് ഇൻഡിജർ റെപ്രസെന്റിംഗ് നമ്പർ ഓഫ് കാൻഡീസ് ആൻഡ് നമ്പർ ഓഫ് കസിൻസ്. പ്രിന്റ് ഹിയർ ഇഫ് യു ക്യാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ദ കാൻഡീസ്, നോ ഇഫ് യു ക്യാൻ നോട്ട്. ഓക്കെ, the answer is no. Okay, so let's start. നമുക്കറിയാം, ഫോർ ആൻ എക്സാമ്പിൾ പറയുന്നത്, യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് 25 candies. That is input format എന്താ? candies. Okay, input formatil candies is equal to 35 and candies is equal to 35. number of cousins is equal to 10. candies എന്ന് പറയുന്നത് 35 number of cousins എന്ന് പറയുന്നത് 10. നമ്മൾ നോക്കേണ്ടത്, if candies divided by number of cousins. Okay, നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത്? number of cousins divided by 35. അപ്പം ഇത് ഓക്കെ, ഈ ഡിവിഷൻ്റെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഞാൻ അതിന് ഫസ്റ്റ് അതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഫോർ ആൻ എക്സാമ്പിൾ, 2 വാല്യൂസ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തെങ്കിലും വാല്യൂസ് കിട്ടുകയാണെങ്കിൽ നോ, അല്ല റിമൈൻഡർ 0 ആണെങ്കിൽ യെസ്. ഇതായിരിക്കണം നമ്മുടെ അപ്രോച്ച്. അതായത് 2 നമ്പേഴ്സ് ഈ 35 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ഇറ്റ്സ് എ യെസ്, അല്ല എങ്കിൽ ഇറ്റ്സ് എ നോ. അതാണ് നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാ. അപ്പം കാൻഡീസും കിട്ടി, നമ്പർ ഓഫ് കസിൻസും കിട്ടി. കാൻഡീസ്, ദിസ് ഈസ് ജസ്റ്റ് ഡിവിഷൻ. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോഷ്യന്റ് കിട്ടും. നമുക്ക് റിമൈൻഡർ ആകണ്ട. അതായത് reminder, candies remainder of number of cousins is equal to if equal to 0 ആണെങ്കിൽ print 0 ആണെങ്കിൽ yes, 0 ആണെങ്കിൽ yes, else print. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ ചെയ്യുന്നതുണ്ട്. if is 0 not അങ്ങനെയൊക്കെ.
ഓക്കെ, ഇവിടെ ഒരു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് എങ്ങനെ വാങ്ങും? നമുക്കറിയാം ഇൻപുട്ട് നമ്മുടെ മറ്റേ ഫസ്റ്റ് ഇൻപുട്ട് തന്നെ ക്യാൻഡീസും നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് പോലെ തന്നെ ക്യാൻഡീസിലേക്ക് ഒരു വാല്യൂ വാങ്ങി വെക്കണം. അതുപോലെ തന്നെ നമ്പർ ഓഫ് കസിനിലേക്കും ഒരു വാല്യൂ വാങ്ങി വെക്കണം. ആൻഡ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? നമ്മൾ മുന്നേ പഠിച്ചു, മാപ്പ് ചെയ്യുന്നു. അതായത് ഇത് രണ്ട് നമ്പേഴ്സ് ഇൻറ്റിജർ ആയിരിക്കും. ഇൻപുട്ട് ഡോട്ട് ഇൻപുട്ടിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാം. ഐ തിങ്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് നോ, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും നോ.